നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 15 മിഥുനം 31 തിരുവനന്തപുരത്ത് ആമേഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട ശുചീകരണ തൊഴിലാളി എൻ ജോയിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തെരച്ചിലിനായി നേവിയിലെ വിദഗ്ധ സംഘം കൂടി ഇന്ന് മറ്റ് തെരച്ചിൽ സംഘങ്ങൾക്കൊപ്പം ചേരും. ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ പുനരാരംഭിക്കും. മറ്റു ചില വാർത്തകൾ. മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. 6 ജില്ലകളിൽ ഇന്ന് വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കായിക വാർത്തകളിലേക്ക് വന്നാൽ യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി സ്പെയിൻ ജേതാക്കളായി. കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന കൊളംബിയ മത്സരം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ ഈ പ്രഭാതത്തിലുണ്ട്. ഇതല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുടെ എല്ലാ വാർത്തകളും സമഗ്രമായി തന്നെ നമുക്ക് പ്രഭാത വാർത്തയിൽ പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഇന്നലെ നമ്മൾ കണ്ടതാണ് വടക്കൻ ജില്ലകളിൽ വലിയ മഴയാണ്, ശക്തമായ മഴ നാശം വിതയ്ക്കുന്നത് കണ്ടു. 6 ജില്ലകളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മധ്യ കേരളം മുതൽ എറണാകുളം മുതൽ അങ്ങോട്ട് വടക്കൻ കേരളത്തിൽ വിവിധ ജില്ലകളിൽ 6 ജില്ലകളിലായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊപ്പം ഇന്ന് പ്രഭാതത്തിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? മഴയുണ്ടോ? കൂടുതൽ മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെല്ലാം കാര്യങ്ങളാണ് പ്രേക്ഷകർ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത്? സ്മിത, തീർച്ചയായും മഴയുണ്ട് കോഴിക്കോട്ട്. ഇപ്പോൾ പുലർച്ചെ മുതൽ നല്ല മഴയാണ്. മലയോര മേഖലകൾ ഉൾപ്പെടെ അതിശക്തമായ മഴ ഇപ്പോൾ ഉണ്ട്. തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് അതിതീവ്ര മഴയ്ക്കാണ് സംസ്ഥാനത്ത് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള മറ്റിടങ്ങളിലെല്ലാം മുന്നറിയിപ്പുണ്ട്. ഇതിൽ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. മറ്റിടങ്ങളിൽ അലേർട്ടുകളുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം തീരദേശ മേഖലകളിലാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മറ്റിടങ്ങളിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ തീരദേശ മേഖലകളിലും അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നിലവിലിപ്പോൾ രാവിലെ മലബാറിലെ ജില്ലകളെല്ലാം തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ റെഡ് അലേർട്ട് ഉള്ള ജില്ലകളെല്ലാം തന്നെ ശക്തമായ മഴ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു അലേർട്ട് എന്നത് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ മാത്രമല്ല, ഇടിയോടുകൂടി മിന്നലോടുകൂടിയ ശക്തമായ മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. സ്മിത, ശരി, 7 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്, മലബാറിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് മിഥില ബാലനാണ്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമില്ല. തിരുവനന്തപുരത്തേക്കാണ് ഇനി പോകുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മാരായമുട്ടം സ്വദേശി എൻ ജോയിക്കായുള്ള തെരച്ചിൽ 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇന്നും തെരച്ചിൽ തുടരും. സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തും. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, എപ്പോഴാണ് ഈ തെരച്ചിൽ തുടങ്ങുക? ഏതായാലും ഇന്നലെ എത്തിയ നേവിയുടെ വിദഗ്ധ സംഘം കൂടി തെരച്ചിലിനൊപ്പം ചേരുന്നുണ്ടല്ലോ. പുതിയ രീതിയിലാണോ ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുക? സ്മിത, ഈ നേവി സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതായത് ഈ ജോയിയെ കാണാതായ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഈ വശങ്ങളിലേക്ക് അവിടെ പ്രാഥമിക വിലയിരുത്തൽ നടത്താനായി ഈ നേവി സംഘം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ നേവി സംഘവും അതേപോലെ തന്നെ NDRF സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ തന്നെ ഈ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഈ പരിശോധനയൊക്കെ നടത്തി രാവിലെ ഈ തെരച്ചിൽ നടത്തുമെന്നായിരുന്നു നമ്മളെ അറിയിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ജോയിയെ കാണാതായ ഈ പ്രധാനപ്പെട്ട ടണലിന്റെ വശങ്ങളിൽ അവർ പരിശോധന നടത്തുകയാണ്. ഏത് രീതിയിലാണ് ഇന്ന് ഈ തെരച്ചിൽ നടത്താൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനമായും ആലോചിക്കുന്ന ഒരു കാര്യം. അതിൽ
ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. മൂന്നാം ദിവസമായ ഇന്നും തെരച്ചിൽ ശക്തമായി തന്നെ തുടരാനാണ് ഇത്തരത്തിൽ NDRFന്റെയും അതേപോലെ തന്നെ ഫയർഫോഴ്സ് സ്കൂബ സംഘത്തിന്റെയും അടക്കം തീരുമാനം എന്നുള്ളത്. സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക എന്നുള്ളതാണ്. ഈ സോണാർ എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടൽ മേഖലകളിലൊക്കെ നമ്മൾ ഈ ഭൂമിക്കടിയിൽ കിടക്കുന്ന ഒബ്ജക്റ്റിനെയൊക്കെ തിരയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. അത് ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കൂടി നടത്താനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഇരുട്ടത്തും ഈ ഒബ്ജക്റ്റുകളെയൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും അതിനുള്ളൊരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. ഇതുവരെയും തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം ഇത് നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ പ്രതിസന്ധിയായി നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മാലിന്യ കൂമ്പാരം തന്നെയാണ്. ഈ ഫയർഫോഴ്സ് അംഗങ്ങളും സ്കൂബ അംഗങ്ങളും ഒക്കെ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രധാന ടണലിൽ നിന്നും അധികം ദൂരേക്ക് ഈ ജോയിക്ക് പോകാനായി സാധിക്കില്ല. കാരണം ആ രീതിയിലുള്ള മാലിന്യ കൂമ്പാരം ഇവിടെയുണ്ട്. അതുകൊണ്ട് ജോയി ഇവിടെ തന്നെ ഉണ്ടാകാൻ, ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ തിരച്ചിൽ തുടരാനാണ് ഒരുപക്ഷെ നേവിയുടെയും അല്ലെങ്കിൽ NDRF സംഘത്തിന്റെയും ഒരു തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇന്നലെ സംയുക്തമായി ഇവർ പരിശോധന നടത്തിയെങ്കിലും പല രീതിയിൽ, അതായത് സാധ്യമായ രീതിയിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്ന് വേണം പറയാൻ. ഈ ഫ്ലഷിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ നടത്തിയിരുന്നു. അതായത് ഈ വലിയ രീതിയിൽ മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടിരുന്നു. അത്തരം മാലിന്യങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒഴുക്കി വിട്ടിരുന്നു. പക്ഷെ അത് വിജയകരമായില്ല. അതിനുശേഷം ഇന്ന് ഈ ഫ്ലഡിംഗ് എന്ന് പറയുന്ന പുതിയൊരു രീതി ഉപയോഗിക്കാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ താൽക്കാലികമായി ആർട്ടിഫിഷ്യലായി ഈ വെള്ളം തടയണ പോലെ കെട്ടിവെച്ചതിന് ശേഷം ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം ഒഴുക്കി വിടുക, അല്ലെങ്കിൽ അത് മാറ്റുക, ഒഴുക്കി വിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളോ മറ്റും പുറത്തേക്ക് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷ. അത് മാത്രവുമല്ല, ഈ പ്രധാന ടണലിന് പകരം ഈ ആമിഴഞ്ചൻ തോട്, ഈ റെയിൽവേയുടെ ഏറ്റവും അവസാനമുള്ള എക്സിറ്റ് ടണലിലും ടണലിന്റെ എക്സിറ്റ് ഭാഗത്തും ഇത്തരത്തിൽ പരിശോധന നടത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേവി സംഘത്തിൽ 5 പേരാണ് ഉള്ളത്. അവർ ഈ പരിശോധന, അതായത് ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽവേയും അതേപോലെ തന്നെ ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടവുമായി ഒക്കെ ഇത്തരത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദൗത്യം, എങ്ങനെയാണ് ഇന്നത്തെ രക്ഷാദൗത്യം നടത്തുക എന്നുള്ളതാണ്. ഏതായാലും രാവിലെ മുതൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ ചെറിയ രീതിയിലുള്ള മഴയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ആമിഴഞ്ചൻ തോട്ടിൽ അല്പം ഒഴുക്കുമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം വേണം ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ നേവിയുടെ അടക്കം വലിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും ഇന്ന് നടത്തുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ഈ ചർച്ചകൾ നടക്കുകയാണ്. എങ്ങനെയാണത് ഇന്നത്തെ ഒരു തെരച്ചിൽ നടത്തുക, പല സാധ്യതകളും മുന്നോട്ട് വെക്കുന്നുണ്ട്, പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏത് തീരുമാനത്തിലാണ് അത് എത്തുക എന്നുള്ളത് ഇതുവരെയും ഒരു വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്കൂബയുടെ മുങ്ങൽ വിദഗ്ധരും ഇതിനോടൊപ്പം തന്നെ തെരച്ചിൽ നടത്തും. അവരും ഇതിനെ അനുഗമിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ രാവിലെ നടക്കുന്ന പരിശോധനയിൽ നേവി സോണാർ ഉപയോഗിച്ചായിരിക്കും പരിശോധന നടത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. സ്മിത, ശരി. നേവിയുടെ സേനാംഗങ്ങൾ കൂടി ഇന്ന് തെരച്ചിൽ ദൗത്യത്തിനൊപ്പം ചേരും. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മാരായമുട്ടം സ്വദേശി ജോയിക്കായുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വലിയ മാലിന്യ കൂമ്പാരം തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ മുതൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴ തെരച്ചിലിനെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും നിൽക്കുന്നുണ്ട്. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. PSC കോഴ ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ മഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ ജനകീയ വിചാരണ നടത്തും. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മാഫിയ ബന്ധം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് ജനകീയ വിചാരണ. കോഴ ആരോപണത്തിൽ BJP കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. നിയമനങ്ങൾ വിപണിയിൽ വിൽക്കുന്നു എന്നാരോപിച്ച് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വിചാരണ സദസ്സുണ്ടാകും. ആരോപണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രമോദ് കോട്ടൂളി ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും. തെളിവുകൾ സഹിതം പരാതി നൽകുമെന്ന് പ്രമോദ് ഇന്നലെ അറിയിച്ചിരുന്നു. അതേസമയം 22 ലക്ഷം രൂപ നൽകി എന്ന് പറയുന്ന ശ്രീജിത്ത് ആരോപണം നിഷേധിച്ച് ഇന്നലെ രംഗത്തെത്തിയിരുന്നു. പ്രമോദ് കോട്ടൂളി തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നും കോഴ കൊടുത്ത് ജോലി വാങ്ങേണ്ട അവസ്ഥ തന്റെ കുടുംബത്തിന് ഇല്ലെന്നുമാണ് ശ്രീജിത്ത് 24നോട് വെളിപ്പെടുത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മാസപ്പടി കേസിലെ SFIO അന്വേഷണം ചോദ്യം ചെയ്ത് പൊതുമേഖലാ സ്ഥാപനമായ KSIDC സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. SFIOയുടെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം.
കരിമണൽ കമ്പനിയായ CMRL-ലെ ഷെയർ ഹോൾഡർ മാത്രമാണെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടിനെ പറ്റി അറിയില്ല എന്നുമാണ് KSIDCയുടെ നിലപാട്. സപ്ലൈകോ പ്രതിസന്ധിയിൽ വിതരണക്കാരുമായി ഭക്ഷ്യവകുപ്പ് വീണ്ടും ചർച്ച നടത്തും. കുടിശ്ശിക ഉടൻ തീർക്കാമെന്നും സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യണമെന്നും ഭക്ഷ്യവകുപ്പ് ആവശ്യപ്പെടും. ഓണം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സാധനങ്ങൾ എത്താതിരുന്നാൽ സപ്ലൈകോയ്ക്ക് കനത്ത നഷ്ടമുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് വിതരണക്കാരുടെ സംഘടനകളുമായി ആശയവിനിമയം നടത്താൻ ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം. എന്നാൽ കുടിശ്ശിക തീർക്കാതെ സഹകരിക്കേണ്ട എന്ന നിലപാടിലാണ് വിതരണക്കാർ. 2 വർഷമായി കുടിശ്ശിക തീർക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒത്തുതീർപ്പ് വേണ്ടെന്നാണ് വിതരണക്കാരുടെ നിലപാട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇന്ന് രാവിലെ മടങ്ങും. 8 മണിയോടെ കപ്പൽ തുറമുഖം വിടുമെന്ന് അധികൃതർ അറിയിച്ചു. 1323 കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്തിറക്കിയ ശേഷം 607 കണ്ടെയ്നറുകളുമായാണ് സാൻ ഫെർണാണ്ടോ കൊളംബോ തുറമുഖത്തേക്ക് പോകുന്നത്. കണ്ടെയ്നറുകൾ ഇറക്കാനെടുത്ത കാലതാമസമാണ് മടക്കയാത്ര വൈകാൻ കാരണമായത്. കപ്പൽ തുറമുഖം വിടുന്നതിന് തൊട്ടു പിന്നാലെ ചരക്കെടുക്കാൻ ആദ്യ ഫീഡർ കപ്പൽ മാരിൻ ആസൂർ എത്തും. സിസ്പെൻ സാൻഡോസ് എന്ന ഫീഡർ കപ്പലും അടുത്ത ദിവസം എത്തും. മുംബൈ, ഗുജറാത്ത് തുറമുഖങ്ങളിലേക്കാണ് ചരക്ക് കൊണ്ടുപോകുക. 400 മീറ്റർ നീളമുള്ള കൂറ്റൻ മദർഷിപ്പും ഉടൻ വിഴിഞ്ഞത്തെത്തുമെന്ന് അധികൃതർ അറിയിച്ചു. KCA ക്രിക്കറ്റ് കോച്ച് M. മനുവിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പരാതിക്കാരായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉന്നതതല അന്വേഷണം വേണമെന്നും ADGP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണം എന്നുമാണ് ഹർജിയിലെ ആവശ്യം. മനുവിനെതിരെ നേരത്തെ തന്നെ പരാതി ഉയർന്നെങ്കിലും പോലീസ് കാര്യമായി അന്വേഷിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. കാലിക്കറ്റ് സർവകലാശാല മുൻ VC ഡോക്ടർ MK ജയരാജിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഓട്ടോമേറ്റഡ് സംവിധാനം നടപ്പാക്കിയതിലെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഹർജിയിൽ ഡോക്ടർ MK ജയരാജും കാലിക്കറ്റ് സർവകലാശാലയും ഇന്ന് മറുപടി നൽകിയേക്കും. പുനർമൂല്യനിർണ്ണയത്തിനുള്ള ചോദ്യപേപ്പറുകൾ സൂക്ഷിക്കുന്ന ഓട്ടോമേറ്റഡ് സിസ്റ്റം നടപ്പാക്കിയതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് സിൻഡിക്കേറ്റ് അംഗം അഹമ്മദ് റഷീദ് നൽകിയ ഹർജിയാണ് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. 9 കോടി രൂപയുടെ പദ്ധതിയാണ് സർവകലാശാല നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഇത് മറികടന്ന് 26 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കിയത്. ഇത് സർവകലാശാലയ്ക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയെന്നും പദ്ധതിയിലെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കണം എന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ ഭീകരർക്കായുള്ള സുരക്ഷാ സേനയുടെ തെരച്ചിൽ പുരോഗമിക്കുന്നു. കെരാൻ സെക്ടറിൽ ഇന്നലെ നുഴഞ്ഞുകയറ്റം നടത്തിയ 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. കൂടുതൽ ഭീകരർ മേഖലയിലുള്ളതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. 2 ആഴ്ചക്കിടെ ജമ്മുകശ്മീരിൽ 5 സൈനിക നടപടി ഉണ്ടായത്. മറ്റ് നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലകളിലും സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചു. കുപ്വാരയിൽ സൈന്യവും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. നികുതി വെട്ടിച്ചെന്ന കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിൽ വ്യാജവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചെന്ന കേസിൽ വിടുതൽ ഹർജി വിചാരണ കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 3,60,000 രൂപ നികുതി ഇനത്തിൽ വെട്ടിച്ചെന്നായിരുന്നു കേസ്. വിടുതൽ ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ഇന്ന് ആരംഭിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സ്വതന്ത്ര അവലോകനം നടത്താൻ US പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് കാര്യം. ഈ വെടിയുണ്ട ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞിട്ടും വളരെ ശക്തനായ ആവേശത്തോടു കൂടിയാണ് ട്രംപ് ഉയർന്നു നിന്നിട്ട് വീണ്ടും നമ്മൾ ജയിക്കും എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് ട്രംപിന് അനുകൂലമായി തന്നെ വരും. അല്ലെങ്കിൽ തന്നെ ഈ ബൈഡനെതിരായ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ അനുകൂലമായി തന്നെയാണ് ട്രംപ് കണക്കാക്കുന്നത്. ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരികെ എത്തുകയാണോ? ഗുഡ് മോർണിംഗ് സ്മിത. സ്മിത പറഞ്ഞതുപോലെ ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക സംഭവമായിട്ട് ഇത് മാറും. ഈ ട്രംപിനെതിരെ നടന്ന വധശ്രമം ഇന്ന് പുലർച്ചെ, അമേരിക്കയിലെ പുലർച്ചെ ന്യൂജേഴ്സിയിൽ ഡൊണാൾഡ് ട്രംപ് എത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം വിസ്കോൺസിലെ മിൽവോക്കിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ടാണ് പോയിരിക്കുന്നത്. ന്യൂജേഴ്സിയിൽ ട്രംപിനോടൊപ്പം മകൾ ഇവാൻക ട്രംപും ഉണ്ടായിരുന്നു. ഈ റിപ്പബ്ലിക്കൻ കൺവെൻഷനിൽ വെച്ചായിരിക്കും ഡൊണാൾഡ് ട്രംപിനെ പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുക.
2 ദിവസത്തിന് ശേഷം കൺവെൻഷന് പോയാൽ മതിയെന്നായിരുന്നു ഈ ഇന്നലത്തെ വധശ്രമത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ആദ്യം തീരുമാനിച്ചതെങ്കിലും ഒരു കൊലയാളിക്ക് തന്റെ സ്കെഡ്യൂൾ മാറ്റാൻ ഒരിക്കലും അവസരം നൽകരുത്, അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകുന്നതെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഇന്നലത്തെ റാലിയിലായിരുന്നു പ്രഖ്യാപിക്കാനിരുന്നത്. അതുകൊണ്ട് അത് ഈ കൺവെൻഷനിൽ പ്രഖ്യാപിക്കും. അതേസമയം ഈ ഡൊണാൾഡ് ട്രംപിന്റെ റാലിയിൽ നടന്ന സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഒരു സ്വതന്ത്ര അവലോകനം നടത്തുവാൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടിട്ടുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ FBI ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കൂടാതുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ അത് അമേരിക്കൻ ജനതയുമായി പങ്കുവെക്കുമെന്നും ബൈഡൻ പറഞ്ഞു. അതുപോലെ കൊലയാളിയുടെ ഉദ്ദേശത്തെപ്പറ്റി ആർക്കും ഇതുവരെയും അറിയില്ലെന്നും ബൈഡൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന് നേരെ നടന്ന ഈ വധശ്രമത്തെക്കുറിച്ച് FBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആഭ്യന്തര തീവ്രവാദ ശ്രമമായിട്ട് കണക്കാക്കിയായിരിക്കും FBI ഈ അന്വേഷണം. ട്രംപിന് നേരെ വെടിയുതിർത്ത ഈ 20 വയസ്സുകാരൻ തോമസ് മാത്യു ക്രൂക്സ് ഏതെങ്കിലും ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെന്ന് കരുതുന്നില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് FBI പറഞ്ഞിരിക്കുന്നത്. സ്മിത. ശരി, ഏതായാലും ഇതിൽ അന്വേഷണം തുടരുകയാണ്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൈക്കൂലി കേസിൽ 2ാം പ്രതി ആയതിനു പിന്നാലെ അവധിയിലായിരുന്ന തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഇന്ന് വീണ്ടും ചുമതല ഏറ്റെടുക്കും. ചെയർമാനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് LDFന്റെയും UDFന്റെയും BJPയുടെയും തീരുമാനം. സനീഷ് ജോർജിനുള്ള പിന്തുണ പിൻവലിച്ച LDF ഇന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകും. ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും നഗരസഭയിലേക്ക് മാർച്ച് നടത്തും. കൊച്ചി മെട്രോ ഇന്നു മുതൽ അധിക സർവീസ് ആരംഭിക്കും. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് 12 സർവീസുകളാണ് നടത്തുക. ഇതോടെ പ്രതിദിന സർവീസ് 250ലേക്ക് എത്തും. ഈ മാസം മാത്രം 1 ലക്ഷത്തിലധികം പേരാണ് പ്രതിദിനം കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തത്. നിലവിൽ ട്രെയിനുകൾ തമ്മിലുള്ള ദൈർഘ്യം 7 മിനിറ്റും 45 സെക്കൻഡുമാണ്. അധിക സർവീസ് ആരംഭിക്കുന്നതോടെ 7 മിനിറ്റായി കുറയും. എറണാകുളം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി കർമ്മപദ്ധതി തയ്യാറാക്കാൻ ഇന്ന് പ്രത്യേക യോഗം ചേരും. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി, പോലീസ്, PWD ഉദ്യോഗസ്ഥർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുക. പത്തടിപ്പാലത്തെ PWD റെസ്റ്റ് ഹൗസിൽ രാവിലെയാണ് യോഗം. HMT ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ വൺവേ സംവിധാനം ഏർപ്പെടുത്താനും ഇടപ്പള്ളി ടോളിൽ സിഗ്നൽ സ്ഥാപിക്കാനുമാണ് തീരുമാനം. ഇതിനുള്ള രൂപരേഖയാണ് ആദ്യം തയ്യാറാക്കുക. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ സ്ഥലം സന്ദർശിച്ചിരുന്നു. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുന്നു. സീബ്ര ലൈനിൽ വിദ്യാർത്ഥികളെ ഇടിച്ച ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് പുനഃപരിശോധിക്കുക, റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വാട്സാപ്പിലൂടെയാണ് തൊഴിലാളികൾ സമരപ്രഖ്യാപനം നടത്തിയത്. വടകര, കൊയിലാണ്ടി മേഖലകളിലെ ബസ് തൊഴിലാളികളും പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതേസമയം സമരത്തെക്കുറിച്ച് അറിയില്ലെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. പാലക്കാട് കപ്പൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യ മാർക്കറ്റ് കെട്ടിടം അപകടാവസ്ഥയിൽ. സമീപത്തെ പഞ്ചായത്ത് കിണറിന്റെ മതിലും മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. സംഭവത്തിൽ നടപടിയെടുത്തതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 50 വർഷത്തിലധികം പഴക്കമുണ്ട് കപ്പൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയുള്ള ഈ കെട്ടിടങ്ങൾക്ക്. 6 കടമുറികളിലെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു തുടങ്ങി. ചുമരുകളാകട്ടെ വിണ്ടുകീറി ഏത് നിമിഷവും നിലംപതിക്കാമെന്ന സ്ഥിതിയിലുമാണ്. ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിക്കുന്നതും ഈ കെട്ടിടത്തിലാണ്. സമീപത്തെ പഞ്ചായത്ത് കിണറിന്റെ മതിലും മഴയിലിടിഞ്ഞ് താഴ്ന്നതോടെ ജനം ഭീതിയിലാണ്. ഇപ്പോൾ ഈ മഴ, ശക്തമായ മഴയിൽ കുതിർന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് പരിഹരിക്കുക, ഇത് കിണർ തൂർക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് ഇവിടെ മാർക്കറ്റ് ചന്ത ഉണ്ടായിരുന്നു, കുമരലൂർ ചന്ത. ആ ചന്തയുള്ള സമയത്ത് 60 പിന്നെ വിൽക്കുന്നവരൊക്കെയാണ് കിണർ ഉപയോഗിച്ചിരുന്നത്. അത് നഷ്ടപ്പെട്ടതിന് ശേഷം കിണർ ആരും ഉപയോഗിക്കണം, ഉപയോഗശൂന്യമായിട്ട് കിടക്കുക. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചതായി കപ്പൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. അടിയന്തരമായിട്ട് അത് തൂർത്തുകൊണ്ട് ആ ഭാഗം സംരക്ഷിച്ചാൽ മാത്രമാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്നതുകൊണ്ട് അത് തൂർത്ത് അവിടെ സംരക്ഷിക്കാൻ വേണ്ടി, ആ ഭാഗം ഭിത്തി കെട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും കപ്പൂർ പഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. ഉപയോഗശൂന്യമായ കിണറ്റിൽ ഇപ്പോൾ നിറയെ മാലിന്യം മാത്രമാണ്. പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. 24 പാലക്കാട്. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.